എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. അപ്പോൾ കണ്ണൂരിൽ ഇപ്പോൾ തെയ്യക്കാലം എന്നറിയാലോ. അപ്പോൾ ഇന്നൊരു തെയ്യത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഈ തെയ്യത്തിന് ഇത്ര ദൂരെ നിന്നും കാണാൻ കഴിഞ്ഞല്ലോ എന്നാണ് ഞാനിപ്പോൾ ആശ്വസിക്കുന്നത്. ഭയങ്കര ക്രൗഡായിരുന്നു. സാധാരണ ഈ തെയ്യം ഇറങ്ങുമ്പോൾ ഇത്ര തിരക്കുണ്ടായിട്ടുണ്ട്, പക്ഷേങ്കിൽ പതിവിലും വിപരീതമായിട്ട് ഇപ്രാവശ്യം കുറച്ചധികം ആൾക്കാരുണ്ടായിരുന്നു. ആൾക്കാർ കൂടാൻ കാരണം അത്രയും എന്താ പറയണ്ടത്, തുള്ളും നന്നായിട്ട് ആൾക്കാരെ നന്നായിട്ട് എൻ്റർടൈൻ ചെയ്യിക്കും. പുലിയൂർ കണ്ണെന്നാണ് ഈ തെയ്യത്തിൻ്റെ പേര് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് മാമൻ്റെ കൂടെ വന്നപ്പോഴാണ് ഈ തെയ്യം കാണുന്നത്. ക്രൗഡ് കണ്ടിട്ട് ഞാൻ വിചാരിച്ചിരുന്നത് ഇത്രയും ക്രൗഡ്, പിന്നെയല്ലേ മനസ്സിലായത് ഈ തെയ്യത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും ആൾക്കാർ കാത്തിക്കുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ ഈ തെയ്യത്തിനെ കാണാൻ കിട്ടിയ ഒരു അവസരം ഞാൻ ഒഴിവാക്കാറില്ല കേട്ടോ. കാരണം അത്രയും രസമാണ് അടുത്ത് നിന്നിട്ട് കാണാത്. കാരണം സന്ധ്യയ്ക്ക് പോയി സ്ഥലം പിടിക്കാനില്ല ഈ തെയ്യത്തിനെ കാണുന്നതുകൊണ്ട്. ഈ തെയ്യം കഴിയുമ്പോഴേക്ക് എവിടെ നിന്നാണെന്നറിയില്ല അത്ര ആൾക്കാർ ഇങ്ങനെ വന്ന് കൂടാറാണ് പതിവ്. ഇപ്രാവശ്യം പിന്നെ ഫോണിലൊക്കെ കണ്ടിട്ടാന്ന് തോന്നുന്നു ആൾക്കാർ കുറച്ച് അധികമാണ്. ഇപ്രാവശ്യം പോകാൻ ലേറ്റ് ആയതുകൊണ്ട് കുറച്ച് ദൂരെ നിന്നാണ് കാണാൻ പറ്റിയത്. എന്തായാലും കാണാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട്. ഇത് ഇടച്ചേരി കൊമ്പ്രക്കാവ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ഷേത്രമാണ്, വയനാട്ടുള്ള ക്ഷേത്രമാണിത്. അവിടുത്തെ പുലിയൂർ കണ്ണ് എന്ന് പറഞ്ഞൊരു തെയ്യത്തിൻ്റെ വെള്ളാട്ടാണിത് കേട്ടോ. അപ്പോൾ നമുക്ക് ഫുൾ വീഡിയോ കണ്ടിട്ട് വരാം അല്ലേ. നിങ്ങൾ എപ്പെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇവിടുത്തെ ചെണ്ടക്കാർ ഒരു വൈബ് തന്നെയാണ് കേട്ടോ. അവരാ മുട്ട് കേട്ടായില്ലേ നമ്മളായാലും തുള്ളിപ്പോവും, അങ്ങനെയുള്ളൊരു മുട്ടാണ് കേട്ടോ. അത് ഈ തെയ്യത്തിൻ്റെ മുട്ടായതുകൊണ്ടാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേങ്കിൽ എന്തോ ഒരു വൈബാണ് അവിടുത്തെ ചെണ്ട മാത്രമല്ല പറയണ്ട കേട്ടോ. അവിടുത്തെ നാട്ടുകാരും വേറെ തന്നെ ഒരു വൈബാണ് കേട്ടോ. ആ ചെണ്ടേൻ്റെ മേളക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നാട്ടുകാരങ്ങ് ആഘോഷിക്കും. ശരിക്കും പറഞ്ഞാൽ ഗാനമേളക്കും ഡാൻസിനും ഒന്നും കിട്ടാത്ത എന്തോ ഒരു പവർ ആ ചെണ്ടക്കും ആ തെയ്യത്തിനും ഉണ്ട് അവിടെ. പിന്നെ അവരെ കൊണ്ട് ആകുന്ന രീതി ഏറ്റവും നല്ല രീതിയിൽ തന്നെ ആ ക്രൗഡിനെ അവർ മാനേജ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവരെ കമ്മിറ്റിക്കാർക്ക് ഒരു അപ്രീസിയേഷൻ അർഹിക്കുന്ന ഒരു കാര്യമാണ്.
അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ, സി യു.